ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാ സ്റ്റുഡൻസും എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മളെ ക്ലാസ്മേറ്റ്സിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു പ്രഭാഷണം നമ്മളെ പാരൻസിനോട് നടത്താറുണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസസ് നമ്മളെല്ലാവരും നമ്മളുടെ ഈ ഒരു സ്റ്റുഡൻറ് ലൈഫിൽ ഒബ്വിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ശരിക്കും ഈ ഒരു എക്സ്ക്യൂസസിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? ശരിക്കും നമ്മൾ ടോപ്പേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ടോപ്പേഴ്സ് ആയിട്ടാണോ ജനിച്ചത്? അവരുടെ ജീനിൽ ഈ ഒരു ടോപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ? ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്ട് ചില കുട്ടികൾ പറയുന്ന ഒരു കേസ് ഉണ്ട്. ഇത് പഠിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷെ പിന്നീട് തലയിൽ ഒരു സാധനവും നിൽക്കില്ല. അങ്ങനെ ഒരു വിഷയമുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണ് നമ്മൾ ബിസിനസ് എന്ന്. സോ ഈ ഒരു പ്രശ്നത്തിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്കോർ എങ്ങനെ സ്കോർ ചെയ്യാം, നിങ്ങൾക്കും അവരെ പോലെ ടോപ്പർ ആവാൻ എങ്ങനെയാണ് പറ്റുക എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നമ്മൾ ബിസിനസ് സ്റ്റഡീസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഡിസ്കസ് ചെയ്യുന്നത്, പക്ഷേ ഈ സാധനം നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിലും ആപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പോൾ ടോപ്പേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ജന്മനാ ടോപ്പേഴ്സ് ആയിട്ട് വളർന്നവരല്ല, അല്ലെങ്കിൽ അവർ ജെനറ്റിക്കലി ടോപ്പേഴ്സ് ആയിട്ട് അവരുടെ ജീനിൽ ഈ ഒരു ടോപ്പേഴ്സ് എന്നുള്ള സാധനം ഒന്നും വന്നിട്ടില്ല. ഓക്കെ, സോ ആ ഒരു ഫാക്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ലെറ്റ്സ് ബി ഓൾസോ ദ ടോപ്പേഴ്സ് ആസ് ദേ ആർ. അവരെ പോലെ തന്നെ നമ്മൾ സൂപ്പർ ടോപ്പേഴ്സ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് മാറാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ എയിം എന്ന് പറയുന്നത് 95+ ആണ്. ഓക്കെ, ചെറിയ എയിം എന്നല്ല, 95+ നമ്മൾ സ്കോർ ചെയ്തിരിക്കും. അതിനുള്ള ഒരു കിഡിലൻ സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെ ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിക്കണം, ആ ചാപ്റ്റേഴ്സ് തന്നെ നിങ്ങൾക്ക് ഈസി ഏതാണ്, മീഡിയം ഏതാണ്, ഹാർഡ് ഏതാണ്, എത്ര ഡേയ്സ്, എത്ര ടൈം, എത്ര സമയം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം, ഏത് മെത്തേഡിലൂടെയാണ് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചാൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് ഐ പ്രോമിസ് യു ഞാൻ നിങ്ങൾക്ക് സെറ്റ് ആക്കി തരാം. ഓക്കെ, ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്ട് ചില കുട്ടികൾ പറയുന്ന ഒരു കേസ് ഉണ്ട്. ഇത് പഠിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷെ പിന്നീട് തലയിൽ ഒരു സാധനവും നിൽക്കില്ല. അങ്ങനെ ഒരു വിഷയമുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണ് നമ്മുടെ ബിസിനസ് എന്ന്. അപ്പോൾ ഈ പ്രശ്നമൊക്കെ നിങ്ങളും നേരിടുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ത്രൂ ഔട്ട് ആയി കാണാം. ബിക്കോസ് അറ്റ് ദ എൻഡ് നമുക്കൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു സീക്രട്ട് ട്രിക്ക് കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് സീ. സോ നിങ്ങളുടെ സ്റ്റഡി ഡ്യൂറേഷൻ ഓവർവ്യൂ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസിൽ 11 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത് അല്ലേ. ഈ ഒരു അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് 11 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് മുമ്പോട്ടുള്ള മന്ത്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒക്ടോബർ അടക്കം, ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസമേ നമുക്ക് പഠിക്കാൻ കിട്ടുള്ളൂ. 3 മാസമേ കിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങൾ ചോദിക്കും ജാനുവരി, ഫെബ്രുവരി ഒക്കെ ഉണ്ടല്ലോ മിസ്സേ, അതൊക്കെ പഠിക്കാൻ എടുത്തൂടെന്ന്. പോസിബിൾ അല്ല, ബിക്കോസ് അവിടെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യണം. പിന്നെ അവിടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കുറേ നൂലാമാലകൾ വരും. അതോടൊപ്പം തന്നെ നമ്മളുടെ മോഡൽ എക്സാമും വരുന്നത് ആ മാസങ്ങളിലായിരിക്കും. അപ്പം അവിടെ ഒരു രക്ഷയില്ല. ഡിസംബർ ആകുമ്പോൾ തന്നെ ബേസിക്കലി നമ്മുടെ ക്രിസ്മസ് എക്സാമും വരും. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇനി അടുത്തതായിട്ട് റിവിഷൻ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് 2 മാസം മാറ്റി വെക്കാൻ പോവാണ്. ദാറ്റ് ഈസ് ജാനുവരി, ഫെബ്രുവരി. റിവിഷൻ ഇല്ലാതെ സംഗതി പോസിബിൾ ആവില്ല. കോൺസെപ്റ്റ് മാത്രം പഠിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ബിസിനസ്സിൽ 95+ സ്കോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ കോൺസെപ്റ്റ് പ്ലസ് റിവിഷൻ ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂപ്പർ സ്കോറിനെ ഈ ഒരു ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്റർ ഡിവിഷൻ നോക്കാം. 11ഓളം ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്. അതിൽ തന്നെ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്താൽ നമുക്ക് 3 ഈസി ചാപ്റ്റേഴ്സ് കിട്ടും. അതായത് നമ്മുടെ ഡിവിഷൻ വരുന്നത് 3, 4 and 4 എന്നുള്ള ഒരു ഡിവിഷനാണ്. അപ്പോൾ 3 ഈസി ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്, 4 മീഡിയം ലെവലിലുള്ള ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്, ആൻഡ് നെക്സ്റ്റ് 4 എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഞാനിവിടെ ക്ലാസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾ ഒരു ലെവലപ്പ് ചെയ്തിട്ട് വരുമ്പോൾ ചില പേർക്ക് അത് ഹാർഡായിട്ട് തോന്നും. പക്ഷേ ഇതുപോലെ നിങ്ങൾക്ക് ഹാർഡായിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്നും പറയേണ്ട, എന്താണെങ്കിലും സംഗതി നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചേ മതിയാവുള്ളൂ അല്ലേ. അപ്പം ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ആവട്ടെ, അതേപോലെ സ്റ്റാഫിങ്, പിന്നെ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഈ തുടങ്ങിയ ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഇനി കുറച്ചുകൂടെ ഈസി ആയിട്ട് നോക്കുകയാണെങ്കിൽ മീഡിയം ലെവലിൽ വരുന്നതാണ് ബിസിനസ് എൻവയൺമെന്റ്, അതേപോലെ ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. ദെൻ വി ഹാവ് കൺട്രോളിംഗ്, മാർക്കറ്റിംഗ്. ഇതൊക്കെ കുഴപ്പമില്ല, അങ്ങ് തട്ടിമുട്ടി അങ്ങ് പോകാൻ പറ്റുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ആണ്. ഇനി ഈസി ആയിട്ട് കൂടുതൽ സമയം ഒന്നും സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സിൽ വരുന്നതാണ് നമ്മളുടെ പ്ലാനിങ്, അതേപോലെ ഡയറക്റ്റിങ്, ദെൻ വി ഹാവ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ശരിക്കും ബിസിനസ് എൻവയൺമെന്റ്സും ഇതിൽ തന്നെ പെടുന്നതാണ് കേട്ടോ. ഇതും ഈസി ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. പക്ഷേ ചില ആൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് അവർ പറയാറുണ്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ചാപ്റ്റർ ഡിവിഷൻ വരുന്നത്, ഈസി, മീഡിയം, ഹാർഡ് എന്നുള്ള കാറ്റഗറീസ്. അക്കോർഡിംഗ് ടു മീ ഞാൻ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ അതൊന്നും നമ്മളെ മാറ്റർ അല്ല. നമ്മളെ മാറ്റർ എന്ന് പറയുന്നത് ഈ 11 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. അതും ഈ ഒരു ചുരുങ്ങിയ 3 മാസം കൊണ്ട് നമ്മൾ എങ്ങനെയാണ്
എങ്ങനെയാണ് 11 ചാപ്റ്റേഴ്സ് പഠിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള പ്ലാൻസ് ചെയ്യാം. ബട്ട് അങ്ങനെ പ്ലാൻ ഒന്നും ഇല്ലാത്തവരാണ് നമ്മളിൽ പലരും ഇല്ല. അതുകൊണ്ട് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സ്കെഡ്യൂളായി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കൺസിസ്റ്റൻസി ഈസ് എ കീ ടു സക്സസ് എന്ന് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേൾക്കാറുണ്ടല്ലേ. അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഐ പ്രോമിസ് ചെയ്യാണ്, നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ നിങ്ങളുടെ സ്കെഡ്യൂൾസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആ കൺസിസ്റ്റൻസി തന്നെയാണ് നിങ്ങളുടെ സക്സസ്സിലേക്ക് കീ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യാതാ, ഓരോ ചാപ്റ്റേഴ്സിന് ഞാൻ ഇവിടെ അലോക്കേറ്റഡ് ഡേയ്സ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ദിവസം എടുത്തിട്ട് ഇനി നിങ്ങൾക്ക് ഇത്ര ദിവസം ഒന്നും വേണമെങ്കിൽ അതിൽ കുറയ്ക്കുകയും എന്തും ചെയ്യാൻ പറ്റുന്നതാണ്. ബിക്കോസ് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. പക്ഷേ ഇതേ രീതിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ, അതായത് നാച്ചുറൽ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് നിങ്ങൾ 6 days എടുത്ത് പഠിക്കുകയാണെങ്കിൽ ആ 6 days കോൺസെപ്റ്റ് മാത്രം പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അവിടെ നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കണം, അവിടെ നിങ്ങൾ റിവൈസ് ചെയ്യണം, ആൻഡ് ഓൾസോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ 3 കീ എന്ന് പറയുന്നത് ടു ദ സക്സസ് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. കോൺസെപ്റ്റ് ക്ലാരിറ്റി, പ്രാക്ടീസ്, റിവിഷൻ. ഇത് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ഈ 95+ ടോപ്പേഴ്സിൽ നമുക്കും പെടാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡേയ്സ് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം, കോൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്യണം, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, റിവൈസ് ചെയ്യണം. ഇതില്ലെങ്കിൽ നമുക്ക് ബെസ്റ്റ് സ്കോറേഴ്സിൽ നമുക്ക് പെടാൻ പറ്റില്ല കേട്ടോ. സോ ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് സ്ട്രാറ്റജി. നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ 95+ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. സോ മാസ്റ്റർ NCERT തൊറോലി. നമ്മൾ എന്ത് ചെയ്യുക, NCERT നല്ല രീതിയിൽ NCERTയുടെ ഏറ്റവും ആപ്ലിക്കേഷൻ ലെവൽ വരെ നമ്മൾ സാധനങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ ഒരു മാസ്റ്ററായിട്ട് നമ്മൾ മാറിയിരിക്കണം. കാരണം നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആ NCERT ഫോളോ ചെയ്തിട്ടായിരിക്കും. ഇതുവരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കഴിഞ്ഞ ഒരു ഓണം എക്സാം വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഫുൾ മാറിയിട്ടുണ്ട്. ഈ ഓണം എക്സാമിൻ്റെ കേസ് തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അങ്ങനെ വളരെ കോപ്പി പേസ്റ്റ് പോലെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിന്നിട്ട് എന്ത് കിട്ടുന്നില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും ഈ പ്രാവശ്യമൊന്നും ചോദിച്ചതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ഈ ഒരു NCERTൻ്റെ മാസ്റ്ററായിട്ട് മാറണം. അതിന് വേണ്ടിയിട്ട് നമ്മളെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുക തന്നെ വേണം. അതിനാണ് ഇത്രയും ഡേയ്സ് ഞാൻ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ആൻഡ് സാമ്പിൾ പേപ്പേഴ്സ്. അത് വിചാരിച്ചിട്ട് നമ്മുടെ PYQs ഡിസ്കസ് ചെയ്യാതെ കോൺസെപ്റ്റ് മാത്രം പഠിച്ചുകൊണ്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ കോൺസെപ്റ്റിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആവട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആവട്ടെ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താലേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ക്രിയേറ്റ് ക്രിസ്പ് നോട്ട്സ് ഇൻ മൈൻഡ് മാപ്സ്. ഓക്കെ, അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ചില കാര്യങ്ങളും ഈ 5 പ്രിൻസിപ്പൾസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മളെ തലയിൽ എല്ലാം കൂടെ അങ്ങ് ഓർത്തെടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നമ്മൾ ചെറിയ ആൾക്കാരല്ലേ, ചെറിയ ബ്രെയിനിൽ എത്ര ഒന്നും ഇല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്നതിന് കൂടെ തന്നെ ന്യൂമോണിക് കോഡ്സ് ആവട്ടെ, മൈൻഡ് മാപ്പുകളാവട്ടെ, അല്ലെങ്കിൽ ചെറിയ ലെക്ചർ നോട്ട്സ് ആവട്ടെ, അതായത് ഒരു ചാപ്റ്റർ നിങ്ങൾ അങ്ങ് എടുക്കുക. ഓക്കെ, ഒരു ചാപ്റ്റർ നിങ്ങൾ എടുക്കുക. പ്ലാനിംഗ് ആണ് ചാപ്റ്ററിൻ്റെ പേരെങ്കിൽ പ്ലാനിംഗ് എന്ന് കൊടുക്കുക. പ്ലാനിങ്ങിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണ്, അതിൻ്റെ അടിയിൽ വരുന്ന സബ് ടോപ്പിക്സ് നിങ്ങൾ ഏതാണ്, പോയിന്റ്സ് നിങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉള്ള പോയിന്റ്സ് അവിടെ എഴുതി വെക്കുക. പിന്നെ അതിന് എന്തെങ്കിലും കോഡൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ കളറിൽ ആ കോഡൊക്കെ ഒന്ന് ബോൾഡായിട്ട് എഴുതി കൊടുത്തിട്ട് അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ട്സ് ഓരോ ചാപ്റ്ററും നിർബന്ധമാണ്. ഒരു ന്യൂസ് പ്രിന്റിൽ എഴുതാവുന്ന കേസേ ഉള്ളൂ. ഓക്കെ, അധികം ഒന്നും ആവശ്യമില്ല. എല്ലാ ചാപ്റ്ററിലുള്ള സാധനങ്ങളും ഞാൻ കോപ്പി ചെയ്തിട്ട് അവിടെ എഴുതാനല്ല പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന നിങ്ങളത് ആ കോഡ് ക്രിയേറ്റ് ചെയ്യും. എനിക്കൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ്. കുറേ കോഡൊക്കെ ഞാൻ പഠിച്ചു വെക്കും, പക്ഷേ എക്സാം ആകുമ്പോൾ കോഡൊന്നും ഓർത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ റിവിഷൻ ടൈം ഉണ്ടല്ലോ, ജാനുവരി ഫെബ്രുവരി, ആ സമയത്ത് നമുക്ക് ഈ നോട്ട്സ് ആയിരിക്കും ഹെൽപ്ഫുൾ ആയിട്ട് മാറാം. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കോഡൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഒരു നോട്ട് ഈ പഠിക്കുന്ന സമയത്ത്, പഠിക്കുന്ന കാലത്ത് ഇരിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് തിങ് ഇസ് ഡെയിലി ആൻഡ് വീക്ക്ലി റിവിഷൻ. ഓക്കെ, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകുന്നുള്ള കാര്യം 100% ഷുവർ ആണ്. അതിൻ്റെ ഉള്ള ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എന്നെ തന്നെ പറയാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ഞാൻ പഠിച്ചു വെക്കും, കോണ്ടന്റ് ഒക്കെ ക്ലിയർ ആക്കി വെക്കും. പിന്നീട് ഞാൻ ആ ബുക്കിലേക്കോ ആ ചാപ്റ്ററിലേക്കോ തിരിഞ്ഞു നോക്കില്ലേ, ഞാൻ പറയും ഈ ചാപ്റ്റർ ബിസിനസ് എൻവയൺമെൻറ്റ് വളരെ ഈസി ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പൂട്ടി വെക്കും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റ്, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കും. എക്സാമിൻ്റെ തലേന്ന് മാത്രം ഒന്ന് ഈ ഒരു ബിസിനസ് എൻവയൺമെൻറ്റ് എടുത്ത് നോക്കുമ്പോൾ ഒരു സംഗതി ഓർമ്മയുണ്ടാവില്ല. വീണ്ടും ആദ്യം മുതൽ പഠിക്കും. അവിടെ സമയമില്ലാത്ത സമയത്ത് ഞാൻ വീണ്ടും ഇവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷന് നിങ്ങൾക്കും വരരുത്. അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി, വീക്ക്ലി ഒക്കെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് നമ്മളുടെ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ഒബ്വിയസ്ലി ഈ 95+ സ്കോറിൽ നമുക്കും എത്തിപ്പെടാൻ പറ്റും. സോ ദ സീക്രട്ട് ടിപ്പ് ഈസ് ടീച്ച് വാട്ട് യു ലേൺ. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് എല്ലാവരും പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കാം.
നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ ആവട്ടെ ഒരു കമ്പൈൻ സ്റ്റഡി ഒക്കെ ഉണ്ടാക്കുക, പക്ഷേ കമ്പൈൻ സ്റ്റഡി തന്നെയാണോ, ഒരു ഫുഡ് പാർട്ടിയോ അല്ലെങ്കിൽ ചില്ലിംഗ് ഡേയോ ഒന്നും ആവരുത് കേട്ടോ. ഓക്കെ, അപ്പം ഇനി ചിലർക്ക് ഒറ്റയ്ക്ക് ഇരുന്നായിരിക്കും പഠിക്കാൻ ബെസ്റ്റ്, അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ ഇരിക്കുക. പക്ഷേ ഇഫ് പോസിബിൾ ഇങ്ങനെ മറ്റുള്ളവരെ പറഞ്ഞ് അവർക്കൂടെ പഠിപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ കാര്യങ്ങൾ അവിടെ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാൻ നമ്മളത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഈ ഒരു സീക്രട്ട് ടിപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്കും 95+ സ്കോറിൽ എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ റോഡ് മാപ്പ് ടു 95+. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിക്കാൻ അടിപൊളിയായിട്ടിരിക്കുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു ടിപ്പിലൂടെ ബാക്കിയുള്ള ഫ്രണ്ട്സും ഇങ്ങനെ 95+ എത്തട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ ഇഫ് യു ആർ റെഡി ഫോർ ദിസ് ചാലഞ്ച്, താഴെ കമൻറ്റ് ബോക്സിൽ ചാലഞ്ച് ആക്സെപ്റ്റഡ് എന്നൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.